നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, നീ എന്റെ ആരാ? ഭാര്യ. എന്താ? ആരുമല്ല. ആ, ഞാനും വരുണായിട്ട് ഒരു ബന്ധവുമില്ല. വരുൺ ധൈര്യമായിട്ട് പോയിക്കോ. ഈ തുകയ്ക്കുള്ള നന്ദി ഞാൻ കൃത്യമായിട്ട് കാണിച്ചിരിക്കും. അതെ, പൂജാരി പറഞ്ഞത് നിങ്ങൾ താലി കെട്ടിയ പെണ്ണ് ചടങ്ങുകൾ ചെയ്യണമെന്നാ. അവളെ പട്ടിണിക്കിരിക്കേണ്ട ഞാനല്ല. എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഈ ചടങ്ങുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഈ നാവ് വിഴുങ്ങിക്കൊണ്ടുള്ള ഇരിപ്പ് കാണുമ്പോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കണിമംഗലത്തിന് ഐശ്വര്യം വന്നിട്ട് എനിക്കൊന്നും നേടാനില്ല. പൂജാരി വന്ന് എല്ലാരെയും നിരനിരയായിട്ട് വിളിച്ചു നിർത്തുമല്ലോ. അത് പറ്റിയ സന്ദർഭം. എല്ലാവരോടും പറയാനുള്ളത് ഞാൻ അപ്പ അങ്ങ് പറഞ്ഞോളാം. അതോടെ പൂജ മംഗളാവും. പൂജ നീ മുടക്കില്ല, അത് മംഗളമായിട്ട് തന്നെ നടക്കും. ഈ അച്ഛനോ അമ്മയോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ പൂജയ്ക്ക് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ എതിരായിട്ടൊരു വാക്ക് പോലും നിന്റെ നാവിന്ന് വീഴാൻ പാടില്ല. കൽപ്പിക്കണോ? ആ, അതെ, കൽപ്പന തന്നെ. ഭർത്താവ് ഭാര്യയോട് കൽപ്പിക്കല്ല, അടിമയോട് ഉടമ കൽപ്പിക്കുക. അനുസരിച്ചേക്കണം. ആരുടെ അടിമ? എന്റെ അടിമ. വില കൊടുത്ത് ഞാൻ മേടിച്ച അടിമയുടെ സ്ഥാനം അടി നിനക്ക്. നിനക്ക് പറഞ്ഞുറപ്പിച്ച വില തന്നു കഴിഞ്ഞാല് അനുസരിക്കുക മാത്രമേ നിനക്ക് ചെയ്യാനുള്ള വഴിയുള്ളൂ. പറഞ്ഞുറപ്പിച്ച വില കിട്ടിയാലോ? അക്കൗണ്ട് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. പറഞ്ഞ തുക ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. താനേ അക്കൗണ്ട് നോക്ക്. അക്കൗണ്ടിൽ പണമില്ലെങ്കിലല്ലേ നമ്മൾ സംസാരിക്കേണ്ട കാര്യമുള്ളൂ. ഇത് സത്യം തന്നെയല്ലേ? ഇതിനി നിങ്ങൾക്ക് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു ബാങ്ക് അക്കൗണ്ടിനകത്തെ സാമാന്യ അറിവ് പോലും ഇല്ലാത്ത നീയാണോ ഈ വമ്പൻ ബിസിനസ്സിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? എടി, ആ പണം നിന്റേതാ. നമ്മൾ തമ്മിലുള്ള പണത്തിന്റെ ആ കരാറങ്ങ് അവസാനിച്ചു. ഇനി ഇവിടെ നടക്കുന്ന പൂജയിൽ നല്ല രീതിയിൽ പങ്കെടുക്കാൻ നിനക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിച്ചാ മതി. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനെന്താ പട്ടിണി കിടക്കണോ? നാവി കൂടെ ശൂലം കയറ്റണോ? പുറത്ത് കുളിത്തിട്ട് വേണമെങ്കിൽ തൂക്കത്തിന് ഇറങ്ങാം. എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി. അയ്യോ, മതി മതി. ഈ മാംസകൃഷ്ണം കിട്ടിയ തെരുവുവെട്ടി കാണിക്കുന്നൊരു ആവേശമുണ്ടല്ലോ, അതേ ആവേശമാണിപ്പോ നിന്റെ മുഖത്തും. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണം. കണിമംഗലത്തെ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് നീ ഇവിടുന്ന് പടിയിറങ്ങാൻ പാടില്ല. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് അനുസരിക്കണം, കേട്ടല്ലോ? അയ്യോ, അതെ, നീ എന്റെ ആരാ? ഭാര്യ. എന്താ? ആരുമല്ല. ആ, ഞാനും വരുണായിട്ട് ഒരു ബന്ധവുമില്ല. വരുൺ ധൈര്യമായിട്ട് പോയിക്കോ. ഈ തുകയ്ക്കുള്ള നന്ദി ഞാൻ കൃത്യമായിട്ട് കാണിച്ചിരിക്കും. എന്റെ ദൈവമേ, 5 കോടി രൂപ! ജീവിതകാലം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടാലും ഈ തുക എനിക്ക് കിട്ടില്ല. ഞാൻ കോടീശ്വരിയായിപ്പോ. സംഭവിച്ചതൊക്കെ നല്ലതിനാ. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇത് നഷ്ടപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കിക്കൂടാ. പാവം, വാക്ക് പാലിച്ചതല്ലേ. ഇത്രയും കാശ് തന്നല്ലേ. എല്ലാവരും
എല്ലാവരുടെ മുൻപില് നന്നായിട്ട് അഭിനയിച്ചു കൊടുക്കാം. അക്കൗണ്ട് നിറഞ്ഞാലും വയറ് നിറയുന്നില്ലല്ലോ. വിശക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട്. പ്രിയങ്ക, നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ? ഉണ്ട്. അതുകൊണ്ടായിരിക്കും എന്നെ കാണിച്ച് തന്നെ കുടിക്കാൻ ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നെ. എന്റെ പ്രിയങ്ക, നിനക്ക് ദേഷ്യമൊന്നും വരണ്ട. ഇതേ എനിക്ക് കുടിക്കാനല്ല, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അതിനെനിക്ക് ഉപവാസമല്ലേ? ആ അതെ, ഉപവാസത്തിനെ പല രീതികളുണ്ട്. അരിയാഹാരം കഴിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ഇതേ ഓട്സാ. ഞാനിതില് നട്ട്സും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇത് കുടിക്കുന്നോണ്ട് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഏട്ടത്തി, ഓ, ഞാനേ ഈ പൂജ മുടക്കാൻ ശ്രമിക്കുകയാണെന്നൊന്നും ചിന്തിക്കണ്ട. എനിക്കതിന്റെ ഒരാവശ്യമില്ല. ഇത്തരം ഭ്രാന്തുകളൊക്കെ സൂര്യ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ എത്തിയപ്പോ കൊറേ അനുഭവിച്ചിട്ടുള്ളതാ. അവർക്ക് എന്ത് വഴിപാട് വേണമെങ്കിലും നടത്താം. അതിന് നമ്മളെ പിടിച്ച് ഇടയിലിടുന്ന എന്തിനാ? മനുഷ്യര് വിശന്ന് ചത്താലേ ദൈവങ്ങൾ പ്രസാദിക്കുന്നുണ്ടോ? എന്നാലും വേണ്ട ഏട്ടത്തി. കുടിച്ചേ പറ്റൂന്നൊന്നും ഞാൻ വാശി പിടിക്കുന്നില്ല. എന്തായാലും ഞാനേ ഇതിവിടെ വെക്കുക. നിനക്ക് വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ മതി. പിന്നെ ഗ്ലാസ് നീ ആരും അറിയാതെ വെച്ചാ മതി. ഒരു കാര്യം ഞാൻ പറയാൻ പ്രിയങ്കേ, ഇനി ഇവിടെ പരിഹാര പൂജകളുടെ ഒരു മേളം തന്നെയായിരിക്കും. അതിനനുസരിച്ച് നിന്റെ പട്ടിണിയും വ്രതവും ഒക്കെ കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാം ഒക്കെ ചെയ്തു പോയാലേ ചിലപ്പോ നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രിയങ്കേ, നീ വേണമെങ്കിലേ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. അരിയാഹാരത്തിനല്ലേ വിലക്കുള്ളൂന്ന്. അങ്ങനെയാ ഞാനും കേട്ടിട്ടുള്ളത്. ആ, അത്രേ ഉള്ളൂ. പിന്നെ മുത്തശ്ശിക്കെല്ലാം 1000 കൊല്ലം മുന്നേ നടന്ന അതേപോലെ തന്നെ നടക്കണമെന്നാ. പ്രിയങ്ക, അതിനൊക്കെ നിന്നോടുത്താലേ നമ്മൾ അതോടുകൂടി തീരും. ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏട്ടത്തി, ഓ, ഇതിലേ ഞാൻ വിഷമൊന്നും കലക്കിയിട്ടില്ല. എനിക്കാരോട് മനസ്സലിവ് തോന്നിയാലും എല്ലാവർക്കും എന്നെ സംശയമാണല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.